ഞാൻ ഷിപ്പിൽ യാത്ര ചെയ്യുന്ന ആള്, കടലിൽ യാത്ര ചെയ്യുന്ന ആളാണ് കൂടിയും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ നോക്കി ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കി, ഇവിടുത്തെ ആംബിയൻസ് കേട്ടോ, നല്ല നല്ല രസമാണ്. അത് കടലിൽ ജീവിച്ച ആളായിട്ട് പോലും എനിക്ക് ഇത് വേറൊരു ഫീലാണ് തരുന്നത് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും ബൈക്ക് ഉണ്ട്, കാറുണ്ട് എന്നൊക്കെ പറയണ പോലെ ഇവിടെ എല്ലാ വീട്ടിലും ഓരോ വഞ്ചി, ചെറിയ ബോട്ട് ഉണ്ട്. അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് പോകാനും വരാനും വേണ്ടി എല്ലാ വീട്ടിലും ഓരോ ബോട്ട്, ചെറിയ ചെറിയ വഞ്ചി ഉണ്ട്. അത് ട്രാൻസ്പോർട്ടേഷൻ നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ട്. ഒരു പാലം, ചെടികളൊക്കെ ഉണ്ട്. ഈ കാലാവസ്ഥയെല്ലാം കൂടി മറ്റേ എന്താ പറയാ, നമ്മളെ മനസ്സിൽ പ്രണയം വരും. അപ്പൊ നമ്മൾ നിൽക്കുന്നത് കിഴക്കിന്റെ വെനീസ് ആലപ്പുഴയിലെ ബാക്ക് വാട്ടറിൽ നല്ല അടിപൊളി മഴയൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റില് നല്ല എന്താ പറയാ, ഒരു സിനിമയിൽ കാണുന്ന ഒരു സിനിമാറ്റിക് വ്യൂ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എഡിറ്റിങ്ങോ ഗ്രേഡിങ്ങോ ഒന്നും ഇല്ലാണ്ട് അടിപൊളി നല്ല എന്താ ഹിന്ദിയിൽ കൊണ്ടുപോലെ ക്യാ മോശമേ യാർ, മസാ ആ രഹാ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടോ ഹൗസ് ബോട്ടിൽ ഈ ഷിക്കാര കയറുന്നത്. ഈ എന്താ പറയാ, ഞാൻ ഷിപ്പിൽ യാത്ര ചെയ്യുന്ന ആള്, കടലിൽ യാത്ര ചെയ്യുന്ന ആളാണ് കൂടിയും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ നോക്കി ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കി, ഇവിടുത്തെ ആംബിയൻസ് കേട്ടോ, നല്ല രസമാണ്. അത് കടലിൽ ജീവിച്ച ആളായിട്ട് പോലും എനിക്കിത് വേറൊരു ഫീലാണ് തരുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ മഴയും പിന്നെ ഈ ആകാശത്തിൽ ആ ഒരു മേഘം മൂടിയിരിക്കുന്നതും എല്ലാം കൂടി നല്ലൊരു രസമുള്ളൊരു ക്ലൈമറ്റ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ. ഞാൻ പറയുകയാണെങ്കിൽ മനസ്സിൽ പ്രണയം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും പ്രണയമുണ്ട് ഉള്ളിൽ അല്ലേ. പ്രണയം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു എന്താ പറയുക മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഉള്ളൂ. അപ്പൊ പ്രണയം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ ഇവിടെ വരണം. എല്ലാ കാലാവസ്ഥയും പോലെയല്ല, മഴക്കാലത്ത് പ്രത്യേകിച്ച് അതിന് വേറൊരു വൈബാണ്, വേറൊരു ഫീലാണ്. ചെറുതായിട്ടൊരു പാട്ടൊക്കെ വെച്ച് ഒരു സുലൈമാനിയെല്ലാം കുടിച്ച് കൂടെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല. അതിന്റെ വൈബേ വേറെയാണ്, അതിന്റെ ഒരു ഫീലേ വേറെയാണ്. അപ്പൊ നമ്മളൊരു ചേട്ടൻ ഇതിന്റെ ഡ്രൈവർ ചേട്ടനുണ്ട്. പുള്ളി ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പുള്ളി നമ്മളെ കൊണ്ടുപോവാണ് ഇതെല്ലാം കാണിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ കൂടെ നമ്മൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാട്ടർ എന്താ പറയാ, വാട്ടർ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ട് ഉണ്ട്. നമ്മുടെ ഈ കൊച്ചിയിൽ, നമ്മൾ എറണാകുളത്ത് ഉണ്ടാവുമല്ലോ, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ എല്ലാം കണക്ട് ചെയ്യുന്ന പോലത്തെ ബോട്ട് സർവീസ് ആണ്. നമ്മളിപ്പോ കേൾക്കുന്നുണ്ട് അനൗൺസ്മെന്റ്. ഈ കരകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഇവിടുത്തെ ജീവിതം പണ്ട് തൊട്ട് ഈ ബസ്സും പാലവും എല്ലാം വരുന്നതിന് മുന്നേ തൊട്ട് നമ്മുടെ ആൾക്കാർ എന്താ പറയാ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഇതുപോലെയുള്ള ബോട്ട് സർവീസുകളാണ്. വേറെയും കുറെ ടൂറിസ്റ്റ് ഉണ്ട് വരുന്നുണ്ട്. അല്ലെ, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഔട്ട് ഓഫ് ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ട്. ചേട്ടാ, ഇത് നമ്മൾ എവിടെയാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? നമ്മളിനി എവിടെയാ പോകുന്നത്? ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഓക്കെ, അടിപൊളി. നമ്മളിപ്പോ പോകുന്നത് എവിടെ? പുന്നമട കായലിലോട്ട് പോകുന്നത് പറഞ്ഞ്. പുന്നമട കായൽ വെച്ചിട്ടുള്ള എത്ര പാട്ടുണ്ട് സിനിമയില്. വെണ്ണില ചന്ദനക്കിണ്ണം കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയേറെ. മമ്മൂക്ക പാടി അഭിനയിച്ച അനശ്വരമായിട്ടുള്ള പാട്ട് അഴകിയ രാവണ സിനിമയില്. പിന്നെ ഒത്തിരി പാട്ടുണ്ട് പുന്നമട കായലായിട്ട് ബേസിൽ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മൾ നേരെ പുന്നമട കായലിൽ പോവാണ്. ഈ മഴയത്ത് പുന്നമട കായലിൽ പോകുന്ന എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ ഒത്തിരി ഷിക്കാരകൾ വന്ന് പോകുന്നുണ്ട്. അത് പല സംസ്ഥാനത്തെ ആൾക്കാരുണ്ട്, മലയാളികളല്ലാത്തവരാണ് അധികവും. പിന്നെ നമ്മളെ പോലെ കുറച്ച് മലയാളികളുണ്ട്. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഒരു ടൗണിന്റെ ഉള്ളിൽ കൂടെയുള്ള ബോട്ട്. അത് എനിക്കോട് കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, ഇത് കുട്ടനാടില് കിഴക്കിന്റെ വെനീസില്. പിന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റുന്ന വേറൊരു കാര്യം, പുന്നമട കായലിലാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും നടക്കുന്ന ഇന്ത്യയിലെ ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് വള്ളംകളി മത്സരം. അത് എനിക്കോട് എവർ റോളിംഗ് ട്രോഫിയാണ് പ്രൈം മിനിസ്റ്ററിന്റെ. ആ ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. അപ്പൊ നമ്മൾ ആ ഒരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കായലിലോട്ട്. ചുറ്റുള്ള കാഴ്ചകൾ കാണാം. പിന്നെ ഇവിടെ ഒരു സുലൈമാനി, ഒരു കട്ടഞ്ചാടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. കുടിക്കാം, കട്ടഞ്ചാടി കുടിക്കാൻ സമയം പറ്റും, കാഴ്ചകൾ കാണാം.
നമ്മൾ നിൽക്കുന്ന എവിടെ അറിയോ? ഞങ്ങൾ കണ്ടോ, അതാണ് നമ്മുടെ ബോട്ട് റേസ്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന വെന്യൂ. നമ്മുടെ കായലിലെ ബോട്ട് റേസ് നടക്കുന്ന വെന്യൂ, അതിന്റെ പവലിയനാണ് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് വെന്യൂ. സോ ഫൈനലി വി ആർ ഹിയർ. നമ്മുടെ കായലിൽ നിൽക്കുവാണ് ഞാൻ. വെണ്ണില ചന്ദനക്കടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കയ്യിൽ ഒരു പാട്ടിലൊപ്പം ആഗ്രഹങ്ങൾ പറയാറുള്ളത്. മഴ കുറവുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്, നല്ല രസമുള്ള ആകാശം. എനിക്ക് ഈ ആകാശം ഭയങ്കര, ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് SWTDയുടെ ബോട്ട് പോകുന്നുണ്ട്, ഫെറി പോകുന്നുണ്ട്. ചേട്ടാ അത് എങ്ങോട്ട് പോകുന്ന ആ ബോട്ട്? ഈ ബോട്ട് ഇവിടുന്ന് ഏത് കാറിലോട്ടാ പോകുന്നത്? ആ ഗവൺമെന്റ് ബോട്ട് ബസ് മാറിയിരിക്കുന്ന ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള കരയുടെ പേരെന്താ? ഏറ്റവും അടുത്തുള്ള കരയുടെ സ്ഥലത്തിന്റെ പേരെന്താ? ഇപ്പൊ പിന്നവട ആ അത് പിന്നെ കഴിഞ്ഞ് മുപ്പപ്പുറം കൈനകരി കൈനഗിരി അല്ലേ? ഓക്കെ, അങ്ങോട്ടെല്ലാം ബസ്സില്ല, ബോട്ടിലേ പോകാൻ പറ്റുള്ളൂ അല്ലേ? കൊണ്ടുപോവാം. സോ പുന്നമടയിലോട്ടും കൈനഗിരി സിനിമയിലെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില സിനിമയിലെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അവരെല്ലാവർക്കും പോകാൻ ഈ ബോട്ട് മാത്രമേ ഉള്ളൂ ആശ്രയം. അല്ലാതെ നമ്മളെപ്പോഴും എന്റർടൈൻമെന്റിന് വേണ്ടി വരുന്നതല്ല. രാവിലെയും വൈകിട്ടും തിരിച്ച് വീട്ടിൽ പോയിട്ടും ജോലിക്ക് പോയിട്ട് വരണമെങ്കിൽ ഈ ബോട്ട് തന്നെയാണ് അവർക്ക് ആശ്രയിക്കാനാണ് തീവ്ര കാലാവസ്ഥയിലും എപ്പോഴും. സോ നമ്മൾ എറണാകുളത്ത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി, പക്ഷെ അവിടെ റോഡ് വഴി കണക്ഷൻ ഉണ്ടല്ലോ, പാലമുണ്ട്. അവരെല്ലാം വീട്ടിലോട്ട് ജോലി കഴിഞ്ഞ് പോകുന്നവരുണ്ട്, അല്ലാണ്ട് വീട്ടിൽ പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നവരുണ്ട്. സോ നമ്മുടെ കായൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആഴമുള്ള കായലാട്ടോ കേരളത്തിലെ. കുറെ ടൂറിസ്റ്റ് ബോട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. കടലിന്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള ഞാനും കായൽ കണ്ടിട്ട് ഒത്തിരി ആസ്വദിക്കുന്നു. കാഴ്ചകൾ കണ്ട് തന്നെ പോവാണ്. ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കായലിൽ തീർ താമസിക്കുന്ന എല്ലാ വീട്ടിലും ഒരു സ്പെഷ്യൽ വണ്ടിയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും ബൈക്കുണ്ട്, കാറുണ്ട് എന്നൊക്കെ പറയണ പോലെ ഇവിടെ എല്ലാ വീട്ടിലും ഓരോ വഞ്ചി, ചെറിയ ബോട്ടുണ്ട്. അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് പോകാനും വരാനും വേണ്ടി എല്ലാ വീട്ടിലും ഓരോ ബോട്ട്, ചെറിയ ചെറിയ വഞ്ചിയുണ്ട്. അത് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പൊ കുറെ കണ്ടു പാർക്ക് ചെയ്തിട്ടുണ്ട്, വീടിന്റെ സൈഡിലേക്ക് കെട്ടിയിട്ടുണ്ട്, അവിടെ ഉണ്ട്. അങ്ങനെ ഓരോ വീടിന്റെയും സൈഡിൽ ഇതുപോലത്തെ ഓരോ വണ്ടികളുണ്ട്. ഇപ്പോൾ നമ്മൾ പുന്നമട കായലെല്ലാം കറങ്ങി കുറെ കാഴ്ചകൾ കണ്ടു, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടൻ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ട്, ഒരു പാലം, ചെടികളൊക്കെ ആയിട്ട്. ഈ കാലാവസ്ഥയെല്ലാം കൂടി മറ്റേ എന്താ പറയാ, നമ്മളെ മനസ്സിൽ പ്രണയം വരും. സത്യം പറഞ്ഞാൽ പ്രണയം വരും. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ നെഗറ്റിവിറ്റി എല്ലാം പോയി, നമ്മളൊരു നല്ല എനർജറ്റിക്കായി വൈബായി. അപ്പോൾ ഇത്രയും നല്ല കാഴ്ചകൾ കാണാനെങ്കിൽ ഇവിടെ തന്നെ വരണം. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഞാൻ പറയാവുന്നത് ഇത്ര മാത്രമാണ്. ഒരു മലയാളി ജീവിതത്തിൽ ഒരിക്കലും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ്. ആലപ്പുഴയിൽ വരുമ്പോൾ ഈ ഷിക്കാര എന്നുള്ള ബോട്ട് സർവീസ് നടത്തണം. നിങ്ങൾ കുറേ നല്ല വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ എടുക്കണം. ഫാമിലിയുടെ കൂടെ വരണം, ലവേഴ്സിന്റെ കൂടെ വരണം, ഫ്രണ്ട്സിന്റെ കൂടെ വരണം. അപ്പോൾ നമ്മുടെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുവാണെങ്കിൽ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണണം. നിങ്ങളുടെ റിവ്യൂസ്, അതിന് നിങ്ങളുടെ കമന്റ്സ് അറിയിക്കണം, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക, അവരും കൂടി കാണട്ടെ. നമുക്കുള്ളത് വലിയൊരു പ്രോത്സാഹനമാണ്. അപ്പം ഇനിയും കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കൂടെ ഉണ്ടാവണം എപ്പോഴും. നമുക്ക് പറ്റുന്ന മാക്സിമം നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കൊണ്ട് തരുന്നതാണ് ഉറപ്പായിട്ട്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് അസ്. ഐ ലവ് യു.